ദി ലാൻസെറ്റ് ജേണലിൽ പ്രസിദ്ധീകരിച്ച ഒരു ആഗോള വിശകലന പഠന റിപ്പോർട്ട് ലോകമെമ്പാടും അമിതവണ്ണമുള്ള കുട്ടികളുടെയും കൗമാരക്കാരുടെയും മുതിർന്നവരുടെയും ആകെ എണ്ണം 1 ബില്യണിൽ കവിഞ്ഞതായി അവകാശപ്പെടുന്നു. മിക്ക രാജ്യങ്ങളിലെയും പോഷകാഹാരക്കുറവിന്റെ ഏറ്റവും സാധാരണമായ രൂപമായി അമിതവണ്ണം മാറുന്ന പ്രവണത 1990 മുതൽ കണ്ടുവരുന്നതായാണ് ഗവേഷകർ പഠനത്തിൽ പറയുന്നത്. 1900-ലധികം രാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് 5 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള 220 മില്യണിലധികം ആളുകളുടെ ബോഡി മാസ് ഇൻഡെക്സ് പഠനവിധേയമാക്കിയിരുന്നു. തുടർന്നാണ് അമിതവണ്ണം ആളുകളിൽ 4 ഇരട്ടിയിലധികം വർദ്ധിച്ചുവെന്ന് കണ്ടെത്തിയത്. NCD റിസ്ക് ഫാക്ടർ കൊളാബറേഷന്റെയും ലോകാരോഗ്യ സംഘടനയുടെയും ഡാറ്റ വിശകലനം പറയുന്നത് ലോകത്തിലെ കുട്ടികളിലും കൗമാരക്കാരിലും 1990-ൽ കാണപ്പെട്ടതിന്റെ 4 ഇരട്ടിയാണ് 2022-ൽ അമിതവണ്ണത്തിന്റെ നിരക്ക് എന്നാണ്. അതേസമയം മുതിർന്ന സ്ത്രീകളിൽ ഇത് ഇരട്ടിയിലധികവും പുരുഷന്മാരിൽ ഏകദേശം 3 ഇരട്ടിയുമായിട്ടുണ്ട്. മൊത്തത്തിൽ 2022-ൽ 159 മില്യൺ കുട്ടികളും കൗമാരക്കാരും 879 മില്യൺ മുതിർന്നവരും അമിതവണ്ണവുമായി ജീവിക്കുന്നുണ്ടെന്ന് പഠനം പറയുന്നു. കൂടാതെ 1990-നും 2022-നുമിടയിൽ ഭാരക്കുറവുള്ള കുട്ടികളുടെയും കൗമാരക്കാരുടെയും അനുപാതം പെൺകുട്ടികളിൽ 5-1 കുറഞ്ഞപ്പോൾ ആൺകുട്ടികളിൽ അത് 3-1 കുറഞ്ഞതായും പഠനം സൂചിപ്പിക്കുന്നു. ഭാരക്കുറവുള്ള മുതിർന്നവരുടെ അനുപാതം ഇതേ കാലയളവിൽ പകുതിയിലേറെയായി കുറയുകയും ചെയ്തിട്ടുണ്ട്. അമിതവണ്ണവും വണ്ണമില്ലായ്മയും അഥവാ ഭാരക്കുറവും പോഷകാഹാരക്കുറവിന്റെ തന്നെ രൂപങ്ങളാണ്. മാത്രമല്ല, ആളുകളുടെ ആരോഗ്യത്തെ ഈ അവസ്ഥകൾ പലവിധത്തിൽ ഹാനികരമായി ബാധിച്ചേക്കാം. ഇപ്പോൾ പുറത്തുവന്ന ഈ പഠനം കഴിഞ്ഞ 33 വർഷമായി കണ്ടുവരുന്ന പോഷകാഹാരക്കുറവിന്റെ ഈ 2 രൂപങ്ങളിലുമുള്ള ആഗോള പ്രവണതകളുടെ വിശദമായ ചിത്രമാണ് നൽകുന്നത്. എന്നാൽ 1990-കളിൽ പൊതുവെ മുതിർന്നവരിൽ കണ്ടിരുന്ന അമിതവണ്ണം ഇപ്പോൾ സ്കൂൾ പ്രായത്തിലുള്ള കുട്ടികളിലും കൗമാരക്കാരിലും കാണുന്നത് വളരെ ആശങ്കാജനകമാണ് എന്ന് ലണ്ടനിലെ ഇംപീരിയൽ കോളേജിൽ നിന്നുള്ള മുതിർന്ന എഴുത്തുകാരൻ പ്രൊഫസർ മജിദ് എസാറ്റി പറയുന്നു. 2022-ൽ അമിതവണ്ണം ബാധിച്ച കുട്ടികളുടെയും കൗമാരക്കാരുടെയും എണ്ണം ഏകദേശം 160 മില്യണാണ്. എന്നാൽ 1990-ൽ ഇത് 31 ദശലക്ഷമായിരിക്കുന്നു. പോഷകാഹാരത്തിന്റെ രണ്ടാമത്തെ രൂപമായ ഭാരക്കുറവ് 2022-ൽ 77 മില്യൺ പെൺകുട്ടികളിലും 108 മില്യൺ ആൺകുട്ടികളിലും പ്രകടമാണെന്നും പഠനം എടുത്തുകാട്ടുന്നു.